അപ്പം ആക്ച്വലി ഇത് ഫസ്റ്റ് ടൈം ഞാൻ US പോകുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു പ്ലാനുമായിട്ട് വന്നു. അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ US പോവുകയാണെങ്കിൽ 90% ഓഫ് ദ ഫ്ലൈറ്റ് ടിക്കറ്റ് ദേ വിൽ ടേക്ക്. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ വെച്ചോ ഇത് കൊള്ളാം. എന്നിട്ട് അത് ജസ്റ്റ് ലെവറേജ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. ഒരു ഇവന്റിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്നിട്ട് ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് വന്നൊരു എന്തായാലും ബിസിനസ് വിസിക്കാണ് പോകുന്നത്. ഞാനൊരു 2.5 മാസം അവിടെ സ്പെൻഡ് ചെയ്തു. അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ലൈക്ക് ഇങ്ങനത്തെ കുറെ ആൾക്കാർ സംസാരിക്കാൻ, നമ്മൾ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. കുറെ കാര്യങ്ങൾ നമ്മൾ അത്രയും അഡ്വാൻസ് അല്ല ചെയ്യുന്നത്. അപ്പം ഈ ഒരു റിയലൈസേഷൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പം മാർക്കറ്റുമായിട്ട് ക്ലോസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ദെൻ വി ടോക്ക് ദിയർ ലാംഗ്വേജ്. അത് പലപ്പോഴും നമുക്ക് ഇവിടുന്ന് കിട്ടില്ല. ഇവിടെ നമ്മൾ ആൾക്കാർ ക്രിക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ വേറെ സ്പോർട്സ് ഒക്കെ. അതെ, ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ലാംഗ്വേജും പിന്നെ ഡൊമൈൻ ലാംഗ്വേജും, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡൊമൈൻ ലാംഗ്വേജും. അപ്പം ഈ ഒരു ഫാക്ടർ ഒരുപക്ഷെ എല്ലാ പ്രൊഡക്റ്റിനും അപ്ലിക്കബിൾ ആണെന്നില്ല, പക്ഷെ മെജോറിറ്റി ഓഫ് ദ പ്രൊഡക്റ്റിന് അപ്ലിക്കബിൾ ആയിരിക്കും. നമ്മളൊരു വെർട്ടിക്കലിന്റെ ബാക്കിൽ പോവാണ്, ഒരു ഇൻഷുറൻസിന് വേണ്ടി എന്തെങ്കിലും ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഹെൽത്ത് കെയറിന് വേണ്ടി ബിൽഡ് ചെയ്യണം. ആ ഒരു കേസിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ ഒരു ഏരിയയിൽ നമുക്ക് കുറെ പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് തിങ്ക് ചെയ്യുന്ന ഐഡിയാസ് ഒരുപക്ഷെ നെയ്വായിരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കും ഇതാണ് ബെസ്റ്റ് ഐഡിയ എന്നുള്ള രീതിയിൽ അതിന്റെ പിന്നാലെ പോകും. മേ ബി വി ഡോണ്ട് ഹാവ് ടു ബിൽഡ് ദാറ്റ് കോംപ്ലക്സ്. മേ ബി ജസ്റ്റ് ഹാവ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ എ ബിറ്റ് ആൻഡ് വി കൻ ബിൽഡ് സംതിങ് മോർ പവർഫുൾ. ബേസിക്കലി ബി വേർ യുവർ കസ്റ്റമേഴ്സ് ആർ. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവല്ലോ. നമ്മൾ കേരളത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി മൂവ് ചെയ്യണോ ഒരു ലൊക്കേഷനിലേക്ക്, ഓർ കുറച്ച് മാസം അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരാം. വിച്ച് ഹാസ് വർക്ക് ഫോർ യു and now you are shifting as well to New York, right? അപ്പൊ അതിനുള്ള ഒരു റീസണിങ് I'm just trying to understand. സോ ആദ്യം ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ഞാനും എന്റെ കോഫൗണ്ടറും ടേൺസ് എടുക്കുകയായിരുന്നു. ഞാൻ അത് 2-3 മാസം പോകും, പിന്നെ പുള്ളി 2-3 മാസം പോകും. ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ദെൻ വി ടുക്ക് എ കോൾ, നമുക്ക് ലോങ്ങർ ആയിട്ട് മൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷെ ഇപ്പൊ വീണ്ടും ഒരു ചോയ്സ് തരികയാണെങ്കിൽ ഞാൻ ആദ്യം പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ പോയി ടൈം സ്പെൻഡ് ചെയ്യും. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇത് കണ്ടുപിടിക്കാൻ ശ്രമിക്കില്ല. എന്നിട്ട് ആ ഒരു ഇനീഷ്യൽ കസ്റ്റമർ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യാൻ നോക്കും. ഇത് എന്റർപ്രൈസിന്റെ കേസിൽ ഡെഫിനറ്റ്ലി ലോട്ട് വാല്യൂബിൾ. SMEന്റെ കേസിൽ മേ ബി ഇറ്റ് മൈറ്റ് ബി ലെസർ. നമ്മളൊരു $10, $20 പ്രൊഡക്ട്സ് ആണെങ്കിൽ പെർ മന്ത് ആണെങ്കിൽ അത്രത്തോളം യൂസ്ഫുൾ ആണെന്നില്ല. പക്ഷെ എന്റർപ്രൈസിന്റെ കേസിൽ ഇറ്റ്സ് റിയലി വാല്യൂബിൾ. ഈ ഒരു എന്റർപ്രൈസിന്റെ കേസിൽ എന്താണ് ഞാൻ സ്ട്രെസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ടെക്കീസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് സർവീസ് ഇൻഡസ്ട്രിയിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്കൊരു പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വി ഡു എ ഗ്രേറ്റ് ജോബ്. അങ്ങനത്തെ സർവീസ് ഇൻഡസ്ട്രീസിലെ ടെക്കീസിന് ഈ ഒരു എക്സ്പോഷർ ഭയങ്കര വാല്യൂബിൾ ആയിരിക്കും. സോ എന്റർപ്രൈസ് ഒരു സർവീസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് ഒരു എന്റർപ്രൈസ് പ്രോഡക്ട്സ്, ഒരു SaaS സൊല്യൂഷൻ ഉണ്ടാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്റർപ്രൈസ് കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള സപ്പോർട്ട് വരുന്നത്, കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ടോക്ക്, അതിനകത്തുള്ള ബ്യൂറോക്രസീസ് ഇൻവോൾവ് വിത്ത് കസ്റ്റമർ, ഇതൊക്കെ ഒരു സർവീസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ആൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും. കാരണം സർവീസ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെയായിരിക്കും റിക്വയർമെന്റ് വരുന്നത്, അവിടെ ആക്ടേഴ്സിന് അവർക്ക് അറിയാം. അപ്പം സർവീസ് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള ടെക്കീസ് അവര് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുമ്പം മിക്കവാറും എന്റർപ്രൈസ് പ്രൊഡക്ട്സ് ആയിരിക്കും അവർക്ക് കുറച്ചുകൂടി ഫിറ്റിംഗ്. ഇങ്ങനത്തെ ആൾക്കാർ അവർ മാർക്കറ്റിൽ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു എന്നിട്ട് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബിൽഡ് മച്ച് മോർ റെലവൻസ്.